രവീന്ദ്രനാഥ മേനോൻ എന്നുള്ള ഞങ്ങളുടെ ജ്യോതിഷ ആധ്യാത്മിക ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. മറ്റു പല തിരക്കുകളും ചില ഗ്രന്ഥരചനയിലുള്ള ഞങ്ങളുടെ സമയത്തിൻ്റെ ചെലവഴിക്കലൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ട സമയത്ത് വീഡിയോകൾ ചെയ്യാൻ സാധിച്ചില്ല. സദയം ഖേദിക്കുന്നു, നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇനി മുതൽക്ക് അറ്റ്ലീസ്റ്റ് മാസത്തിലൊരു വീഡിയോ എങ്കിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഇത് കൈവരിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ഓരോ പൗരന്മാരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ശേഷം കുറേയധികം സമയമായി, കുറേയധികം വെള്ളം ഒഴുകിപ്പോയി എന്ന് തന്നെ പറയാം. പല മാറ്റങ്ങളും രാജ്യത്ത് സംഭവിച്ചു. അതിൽ ഏറ്റവും വലിയ ഒരു മാറ്റമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ മാറ്റം. ഇന്ത്യയിൽ ആദ്യമായി, ഒരുപക്ഷെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം നരേന്ദ്ര ദാമോദർദാസ് മോഡി എന്ന BJPയുടെ പ്രധാനമന്ത്രി മൂന്നാമത്തെ തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എല്ലാവരെയും ഹർഷപുളകിതരാക്കി. ഒരുപക്ഷെ ഈ ഒരു മൂന്നാമത്തെ ടേം ഭരിക്കുക എന്നുള്ള ഒരു നിയോഗം നെഹ്റുവിന് ശേഷം ഒരുപക്ഷെ മോഡിജിക്ക് മാത്രമേ ഏവരെ ലഭിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 2 ടേമുകളും മുഴുവൻ സമയവും മുഴുവൻ വർഷവും പൂർത്തീകരിക്കുകയും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുവാനും ഈ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയത്തക്കതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ജനങ്ങൾ മൂന്നാമതും ഒരു ചാൻസ് ഈ കോലീഷൻ ഗവൺമെന്റിന് കൊടുത്തത്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ജൂൺ 9 തീയതി 7:25, ഞങ്ങൾ എടുത്തിരിക്കുന്ന സമയം 7:25, 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. കാരണം 7:10 തുടങ്ങിയിരിക്കാം. അത് ഇത് കഴിഞ്ഞ ശേഷവും കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എടുത്തിരിക്കുന്ന സമയം 7:25, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത സമയം ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജൂൺ 9 7:25 PM ഡൽഹിയിൽ ഉദിക്കുന്ന ലഗ്നത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭാവി ഫലപ്രവചനം ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭാവി ഫലപ്രവചനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ന്യായമായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനുള്ള ഉത്തരം എത്രയേ ഉള്ളൂ. എപ്പോഴും ജനങ്ങളെയും രാജ്യത്തെയും ബാധിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഒരു ഗവൺമെന്റ്. അപ്പോൾ അതിന്റെ വരും വരായികളെക്കുറിച്ചും അതിന്റെ ശക്തിയെക്കുറിച്ചും ദൗർബല്യത്തെക്കുറിച്ചും ജനങ്ങൾക്കും ബാക്കി എല്ലാവർക്കും അറിയേണ്ടത്, ഈ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവർക്ക് തന്നെ അറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ നമുക്ക് സ്ട്രേറ്റ് അവേ സബ്ജക്റ്റിലേക്ക് കടക്കാം. 7:25 ജൂൺ 9 ഡൽഹിയിൽ ഉദിക്കുന്ന ലഗ്നം വൃശ്ചിക ലഗ്നമാണ്. ലഗ്നത്തിൽ ആരുമില്ല. 4-ൽ ശനി, 5-ൽ രാഹു, 6-ൽ ചൊവ്വ, ലഗ്നാധിപനായ ചൊവ്വ 6-ൽ നിൽക്കുന്നു. 7ാം ഭാവം, അതായത് പാർട്ട്നേഴ്സ് എന്ന് പറയാം, നമ്മുടെ പങ്കാളികൾ, ആ ഭാവത്തിൽ 4 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ബുധൻ, വ്യാഴം, ശുക്രൻ, സൂര്യൻ. അതിലെ വളരെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഈ 7ാം ഭാവത്തിൽ 3 ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ശുക്രൻ, വ്യാഴം, ബുധൻ. സൂര്യനെയും 7-ല് ശുഭനായിട്ട് എടുക്കാം. കാരണം 10ാം ഭാവാധിപതിയാണ്. അത് നമ്മൾ ഗവൺമെന്റിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. സൂര്യൻ എപ്പോഴും രാജാവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെ 4 നല്ല ഗ്രഹങ്ങൾ 7-ൽ നിൽക്കുന്നു. അഷ്ടമ ശുദ്ധിയുണ്ട്. പിന്നെ 9ാം ഭാവത്തിൽ 9ാം ഭാവാധിപതിയായിരിക്കുന്ന ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ ഈ ഗവൺമെന്റിന് ഭാഗ്യം, സർവത്ര ഭാഗ്യമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 11-ൽ കേതു, രാഹു കേതുക്കളും നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്. 5-ലെ രാഹുവും 11-ലെ കേതുവും നല്ല ഫലങ്ങളെ തരുമെന്നാണ്. അതായത് ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്ന രാഹുവും കേതുവും നല്ല ഫലങ്ങളെ തരുന്നതാണ് ജ്യോതിഷം പറയുന്നത്. ഈ ജാതകത്തിൽ അല്ലെങ്കിൽ ഈ ആരൂഢം പ്രകാരമുള്ള ജാതകത്തിൽ കാണുന്ന
വളരെ വിശേഷപ്പെട്ട ചില യോഗങ്ങൾ ഉണ്ട്. ഒന്ന് എടുത്തു പറയത്തക്കതായിട്ട് ശശയോഗമാണ് നമുക്ക് എടുത്തു പറയത്തക്കതായിട്ടുള്ളത്. അത് ശനി സ്വക്ഷേത്രത്തിൽ കുംഭത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ബലവാനായിട്ട് നിൽക്കുന്ന ശനിയെ കൊണ്ടുള്ള ശശയോഗമുണ്ട്. പിന്നെ 7 നിൽക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര സ്ഥിതവാനായതുകൊണ്ട് മാളവിയോഗവും സംഭവിച്ചു. അതുകൂടാതെ തന്നെ ചൊവ്വ അതിബലവാനായിട്ട് 6 നിൽക്കുകയാണ്. അത് ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്, ചന്ദ്രന്റെ 10ലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രുചകയോഗവും സംഭവിച്ചു. അപ്പോൾ ഈ ഗവൺമെന്റിന് വളരെയധികം മഹായോഗങ്ങളെല്ലാം ഉള്ള ഒരു ജാതകമാണ് ഈ 7/25 സത്യപ്രതിജ്ഞ സമയത്ത് ഉണ്ടാകുന്നത്. ഇതുകൊണ്ടൊക്കെ വലിയധികം ശ്രേയസ്സുകൾ ഉണ്ടാകും. ഈ ഗവൺമെന്റ് തികച്ചും പരിപൂർണമായും അതിന്റെ ടേം കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയത്തിനും അവകാശമില്ല. 7ാം ഭാവത്തിന്റെ പുഷ്ടി കാണിക്കുന്നത് കോയിലീഷൻ ഗവൺമെന്റ് ആണെന്ന് മാത്രമല്ല, പാർട്ട്നേഴ്സിനെ കൊണ്ട് വളരെയധികം പുരോഗതികൾ, പാർട്ട്നേഴ്സിനും പുരോഗതി, അത് ഈ പിന്നെ അതിന്റെ മേജർ പാർട്ട്ണർക്കും പുരോഗതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണ്. 9ൽ നിൽക്കുന്ന ചന്ദ്രൻ, ഭാഗ്യാധിപനായിരിക്കുന്ന ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നുണ്ട്. എപ്പോഴും ഭാഗ്യം ഉണ്ടായിരിക്കും ഈ സമയത്ത് സത്യപ്രതിജ്ഞ ഗവൺമെന്റിന്. ഇതിൽ നമ്മളൊരു പ്രത്യേക ഒരു കാര്യം കാണുന്നത് 6ാം ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതിയാണ്. അപ്പോൾ സാധാരണ 6ാം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ഉണ്ടാകുമ്പോൾ അത് ശത്രുക്കൾക്ക് അതും സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ ശത്രുവിന് ബലം കൂടുതലല്ലേ എന്ന് ഒരു സംശയം നമുക്ക് വരാം. ശത്രു ബലവാനാണ്, അത് നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ സ്വക്ഷേത്രസ്ഥനാണ്. പക്ഷെ അതേസമയം നമ്മൾ വേറൊരു കാര്യം കൂടി ഓർമ്മിക്കണം, അത് ലഗ്നാധിപൻ കൂടിയാണ്. ലഗ്നാധിപനായിരിക്കുന്ന ചൊവ്വയ്ക്ക് ബലം ഉണ്ടാകുമ്പോൾ ലഗ്നത്തിനും നല്ല ബലമുണ്ട്. നമ്മൾ പറയാറുണ്ട് ശ്രീരാമചന്ദ്രന്റെ ജാതകത്തിലെ ലഗ്നാധിപതിക്ക് നല്ല ബലമുണ്ട്. അതേസമയം 6ാം ഭാവാധിപതിക്കും നല്ല ബലമായിരുന്നു. അതായത് പിന്നെ വ്യാഴത്തിനും നല്ല ബലം, അത് ലഗ്നത്തിൽ നിന്നു. അപ്പൊ ശത്രുവിന് നല്ല ബലമായിരുന്നു, രാവണൻ നല്ല അതിബലവാനായിരുന്നു. പക്ഷെ അദ്ദേഹം ബലവാന്മാരായ ശത്രുക്കളെ ബലാത്കാരേണ നിഗ്രഹിക്കും എന്നാണ് ആ യോഗത്തിന് നമ്മുടെ ഫലം പറയാറ്. അപ്പൊ ഇതുവരെയും അതേപോലെ തന്നെ 6ൽ നിൽക്കുന്ന ചൊവ്വ ബലവാനാണെങ്കിലും അത് ലഗ്നാധിപനായതുകൊണ്ട് ശത്രു നാശവും സംഭവിക്കും എന്ന്, ശത്രുക്കളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് വളരെയധികം നല്ല വികസന പ്രക്രിയകൾ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് വികസനം എന്ന് പറയുന്നത് ചോദിക്കാം. ശസ്യയോഗമുണ്ട്, പിന്നെ അതുപോലെ തന്നെ മളവിയോഗമുണ്ട്. സ്ത്രീജനങ്ങൾക്കൊക്കെ വളരെയധികം പുഷ്ടി ഉണ്ടാവുക. സ്ത്രീ മന്ത്രിമാർക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഗവൺമെന്റുകൾ ഇപ്പോഴല്ലേ ഇനിയും വരിക. പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസം, പിന്നെ ഫിനാൻസ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വൻ വിജയമുണ്ടാവുക മുതലായത് പൊതുവെ കൺട്രിക്ക് തന്നെ, രാജ്യത്തിന് തന്നെ വലിയ അഭിവൃദ്ധി ഉണ്ടാകുക. കാരണം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ലഗ്നം കർക്കിടമാണ്. അപ്പോൾ അത് ഇവിടെ 9ാം ഭാവമായിട്ടാണ് ഭവിച്ചിരിക്കുന്നത്. അവിടെ 9ാം ഭാവാധിപനായിരിക്കുന്ന ചന്ദ്രൻ നക്ഷത്ര ബലവാനായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ഗവൺമെന്റിനെ കൊണ്ട് രാജ്യത്തിന് തന്നെ വലിയ ഗുണങ്ങൾ ഉണ്ടാവും എന്നുകൂടി നമുക്ക് പറയണം. ഇതിന് എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ദോഷം ഈ മുഹൂർത്തത്തിന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഓരോ തവണയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തെ ഒന്ന് സസൂക്ഷ്മം നോക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണത്തെ സത്യപ്രതിജ്ഞാ സമയത്ത് വളരെ മോശമായിട്ടുള്ള ഒരു സമയമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അഷ്ടമത്തിലെ ചൊവ്വയുടെ സ്ഥിതി വളരെ മോശമായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളും ഗവൺമെന്റിന് തന്നെയും നാശം, ഗവൺമെന്റിലെ പിന്നെ അതുപോലെ തന്നെ മന്ത്രിമാർക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മരണം മുതലായ കാര്യങ്ങളൊക്കെ അങ്ങനെ പലതും സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഷ്ടമത്തിലെ ചൊവ്വയുടെ സ്ഥിതിയുണ്ട്. പിന്നെ 2ാം ഭാവത്തിലെ ശനിയും കേതുവും ഒക്കെ ആയിരുന്നു, ശനിയും കേതുവായിരുന്നു. അപ്പോൾ അതുകൊണ്ടും നമ്മുടെ പ്രശസ്തിക്ക് എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും പ്രശസ്തിക്ക് കോട്ടം തട്ടുക എന്ന് പറയും. അങ്ങനെയുള്ള ഇതൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവായിട്ടുണ്ട്. ഈ മുഹൂർത്തം തിരഞ്ഞെടുത്ത വളരെ നല്ല മുഹൂർത്തത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ ഗവൺമെന്റിന് വളരെയധികം ശ്രേയസ്സുകൾ ഉണ്ടാവുന്നതിന് യാതൊരു തർക്കമില്ല. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വായിക്കുകയാണ് BJPയുടെ, അതായത് മേജർ പാർട്ട്ണറാണ്, ഇന്ത്യയിൽ മേജർ പാർട്ട്ണറായിട്ടുള്ള BJPയുടെ ചാർട്ട് കൂടി ഞാനൊന്ന് വായിക്കണം. അപ്പോൾ BJPയുടെ ചാർട്ട് വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു ചാർട്ടാണ്. 10ാം ഭാവത്തിൽ സൂര്യൻ ആൾമോസ്റ്റ് ഉച്ചനായിട്ട് നിൽക്കുന്ന, ഉച്ചൻ മേടത്തിലാണെങ്കിലും മീനത്തിലാണ് സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ നമ്മൾ സാധാരണ വിശേഷിപ്പിക്കാറുണ്ട്. സൂര്യൻ നല്ല അതിബലവാനായിട്ടുള്ള സൂര്യനാണ് 10ൽ നിൽക്കുന്നത്. അപ്പൊ ഇന്നും ഈ പാർട്ടി ഒരു അധികാരത്തിലിരിക്കാനുള്ള ഒരു യോഗമുള്ള പാർട്ടിയാണെന്നുള്ള നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ പാർട്ടിക്ക് ഉള്ള ഒരു ഗുണം, ഈ പാർട്ടിയുടെ പിന്നെ ചന്ദ്രൻ
നീചമാണെങ്കിലും നീചഭംഗം സംഭവിച്ച ചന്ദ്രനാണ്. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രന്റെയും ചൊവ്വയുടെയും ദശാകാലങ്ങളൊക്കെ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ സൂര്യന്റെ. അപ്പോൾ സൂര്യൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങളിലേക്ക് പിന്നെ ദശാഭുക്തികൾ വന്നത്. അപ്പോൾ ഗവൺമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാം. അപ്പോൾ ശുക്രനിൽ തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ അത് പിന്നെ സൂര്യൻ, അത് കഴിഞ്ഞ് ചന്ദ്രൻ, അത് കഴിഞ്ഞ് ചൊവ്വ. അപ്പം ഇങ്ങനെ കാര്യമായിട്ടുള്ള പിന്നെ അധികാര സ്ഥാനങ്ങൾ ഈ പാർട്ടിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. 2026 ഫെബ്രുവരി മുതൽക്ക് ഈ പാർട്ടിയുടെ ജാതകത്തിൽ ആക്ച്വലി ശുക്രന്റെ അപഹാരം വരികയാണ്. ഈ ശുക്രന് സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള ശുക്രനാണെന്ന് മാത്രമല്ല, ചന്ദ്രന്റെ 7 നിൽക്കുന്ന ശുക്രനാണ്. അപ്പോൾ മളവിയോഗം സംഭവിക്കുന്ന ശുക്രനാണ്. അതും ഇപ്പോഴത്തെ ഈ നമ്മുടെ മുഹൂർത്ത ലഗ്നം കൂടി നോക്കുമ്പോൾ അതിലും ഒരു നല്ല മളവിയോഗം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 26 ഫെബ്രുവരി മുതൽക്ക് ഈ ഗവൺമെന്റിന് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ്. വളരെയധികം ഗുണങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഇലക്ഷനുകൾ ജയിക്കുക, വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുക മുതലായ നടക്കും. ഇതൊക്കെ പറഞ്ഞാലും ശരി, നമുക്ക് 2024 വരെ, 24 ഇപ്പോൾ 24 ഡിസംബർ വരെ നടക്കുന്നത്, ഈ മുഹൂർത്തപ്രകാരം നടക്കുന്നത് വ്യാഴദശയിലെ രാഹുവിന്റെ പ്രകാരമാണ്. അപ്പോൾ ഒരു ദശാസന്ധിയാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ആദ്യമായിട്ടുള്ള ഒരു ടീച്ചിങ് പ്രോബ്ലം എന്ന് പറയും. ആദ്യത്തെ 6 മാസം കുറെ അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങളും ബുദ്ധിമുട്ടുകളും സംഭവിക്കാൻ സാധ്യതയില്ല. അത് ഡിസംബറോടുകൂടി തീരുകയും പൂർവാധികം ശക്തിയായി ഗവൺമെന്റ് പിന്നെ പ്രശസ്തിയുടെ പടവുകൾ ഓരോന്നായിട്ട് കാര്യം ചെയ്യും. അതിൽ പ്രത്യേകിച്ച് എന്താ കാരണം വെച്ചാൽ ശനിയുടെ മഹാദശ വരികയാണ്. അപ്പോൾ ശനിദശയല്ലേ എന്ന് പലരും നമ്മൾ പറയട്ടെ. ശനിദശയ്ക്ക് മോശമില്ല. ശനി ഇവിടെ വളരെ സ്വക്ഷേത്ര ബലവാനാണ്. അത് ശശയോഗം ചെയ്തിരിക്കുന്ന ഒരു ശനിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വളരെയധികം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ശനിയിലായിട്ടുള്ള ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും.